എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏത് സാഹചര്യത്തിലും നമ്മുടെ ബിസിനസ്സിനെ ഒന്ന് അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള 3C മോഡൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ്. കെനിച്ചി ഓമെ എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്, ഒരു ജാപ്പനീസ് കൺസൾട്ടൻറ്റ് ആൻഡ് തിയറിസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ഡിഫൈൻ ചെയ്തൊരു സിസ്റ്റമാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. നമുക്ക് ഏത് സാഹചര്യത്തിലും നമ്മുടെ ബിസിനസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യാനാണ് ഈ 3C മോഡൽ ഉപയോഗിക്കുന്നത്. ഇതിൽ 3 Cകൾ കസ്റ്റമർ, കോമ്പറ്റീഷൻ ആൻഡ് കമ്പനി. ഇത് ഓരോന്നും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് കസ്റ്റമർ. അതായത് ഏത് ബിസിനസ് സ്ട്രാറ്റജിയുടെയും സെൻറ്ററായിരിക്കേണ്ട ഒരു കാര്യം കസ്റ്റമർ തന്നെയാണ്. ഒരു കമ്പനി കസ്റ്റമർക്ക് എന്ത് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നു, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് അസസ് ചെയ്യേണ്ട കാര്യം. കസ്റ്റമേഴ്സിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് കമ്പനിയും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഒരു വാല്യൂ ഡെലിവറി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സ് മനസ്സിലാക്കി, അവരുടെ എക്സ്പെക്റ്റേഷൻ ലെവൽ മനസ്സിലാക്കി അത് എത്ര ഭംഗിയായി ഡെലിവർ ചെയ്യുന്നു, അത് ആ കമ്പനിയുടെ സക്സസ് തന്നെയാണ്. അതുമാത്രമല്ല, അങ്ങനെയുള്ള കമ്പനികളാണ് നിലനിൽക്കുന്നതും വളരുന്നതും എല്ലാം. അപ്പോൾ കസ്റ്റമർ സെൻട്രിക് ആയിട്ട് ചിന്തിക്കുകയും കസ്റ്റമേഴ്സിൻ്റെ ഭാവിയിലെ ആവശ്യങ്ങളും കൂടെ കൺസിഡർ ചെയ്ത് അതിനനുസരിച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ് നിലനിൽക്കുന്നതും വളരുന്നതുമായിട്ട് കാണുന്നത്. രണ്ടാമത്തെ കാര്യം കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഓപ്പൺ മാർക്കറ്റിൽ കസ്റ്റമേഴ്സ് എന്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങണം അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എടുക്കണം, സ്വാഭാവികമായിട്ടും നമ്മുടെ കോമ്പറ്റീഷൻ മനസ്സിലാക്കി കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ മികച്ച എന്തൊക്കെയോ സർവീസുകൾ അല്ലെങ്കിൽ നല്ല ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ആ കോമ്പറ്റീഷൻ്റെ ഓരോ ഫാക്ടറുകളെയും കറക്റ്റായിട്ട് കൺസിഡർ ചെയ്ത് നമ്മുടെ സ്ട്രെങ്ത്തും കോമ്പറ്റീറ്റേഴ്സിൻ്റെ വീക്ക്നെസ്സും അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ്സും ഒക്കെ അസസ് ചെയ്ത് പ്രോപ്പറായിട്ടൊരു സംവിധാനം ഉണ്ടാക്കി കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന കമ്പനികളാണ് നിലനിൽക്കുന്നതും വിജയിക്കുന്നതും ഒക്കെ. അപ്പോൾ കോമ്പറ്റീറ്റീവ് എഡ്ജ് എത്രത്തോളം ഉണ്ട്, കോമ്പറ്റീഷനെ അതിജീവിച്ചുകൊണ്ട് നമുക്കുള്ള മേൽക്കൈ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ബിസിനസ്സിൻ്റെ അടുത്ത തട്ടിലേക്ക് പോക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത് കൺസിഡർ ചെയ്യുന്ന കമ്പനിയാണ്. കമ്പനി, അതായത് നമ്മുടെ കമ്പനി എത്രത്തോളം ഓർഗനൈസ്ഡ് ആണ്, എത്രത്തോളം എക്യുപ്ഡ് ആണ്, അതായത് കസ്റ്റമറുടെ നീഡ്സും ഡിമാൻഡ്സും ഒക്കെ മനസ്സിലാക്കി അത് ഫുൾഫില്ല് ചെയ്യാൻ എത്രത്തോളം നമ്മൾ ഓർഗനൈസ്ഡ് ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില സമയങ്ങളിൽ കോമ്പറ്റീഷനെ വരെ അതിജീവിക്കുന്ന ഒരു പെർഫോമൻസ് കമ്പനിയുടെ ഇൻറ്റേർണൽ സിസ്റ്റം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കി അതിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ചില യുണീക്ക് ക്യാപ്പബിലിറ്റീസ് ഉണ്ടാവും നമ്മുടെ കമ്പനിയുടെ, അത് കസ്റ്റമറിലേക്ക് എങ്ങനെ എത്തിക്കാമെന്ന് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ കെനിച്ചി ഓമെ കൊണ്ടുവന്നിരിക്കുന്ന 3C മോഡൽ വഴി നമുക്ക് തന്നെ നമ്മുടെ സ്ഥാപനത്തെ ഒന്ന് അസസ് ചെയ്ത് നോക്കാം. നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ കോമ്പറ്റീഷൻ, നമ്മുടെ കമ്പനി, ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് മേൽക്കൈ നേടാൻ സാധിക്കുന്നത്. ഇത് ഒരു ബിസിനസ്സിൻ്റെ അസസ്മെൻറ്റുമാണ്, അതുപോലെ തന്നെ മുന്നോട്ടുള്ള പോക്കിൽ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. താങ്ക് യു.